അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1454 സൂറത്തുൻ നഹൽ 45 മുതൽ 50 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفأمن الذين مكروا السيئات أن يخسف الله بهم الأرض أو يأتيهم العذاب من حيث لا يشعرون أو يأخذهم في تقلبهم فما هم بمعجزين أو يأخذهم على تخوف فإن ربكم لرؤوف رحيم. أَوَلَمْ يَرَوْا إِلَى مَا خَلَقَ اللَّهُ مِنْ شَيْءٍ يَتَفَيَّأُ ظِلَالُهُ عَنِ الْيَمِينِ وَالشَّمَائِلِ سُجَّدًا لِلَّهِ وَهُمْ دَاخِرُونَ. وَلِلَّهِ يَسْجُدُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ مِنْ دَابَّةٍ وَالْمَلَائِكَةُ وَهُمْ لَا يَسْتَكْبِرُونَ يَخَافُونَ رَبَّهُمْ مِنْ فَوْقِهِمْ وَيَفْعَلُونَ مَا يُؤْمَرُونَ. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. أفأمن الذين مكروا السيئات. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കുതന്ത്രങ്ങൾ നടപ്പാക്കിയ ആളുകൾ അവർ നിർഭയരാവുകയാണോ? അൻ യഖ്സിഫല്ലാഹു ബിഹിമുൽ അർള, അവരെ അല്ലാഹു തആല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയലിനെ തൊട്ട്, ഔ യഅതിയഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അല്ലെങ്കിൽ അവരറിയാത്ത ഭാഗത്തുകൂടെ അവർക്ക് ശിക്ഷ വരുന്നതിനെ തൊട്ട് അവർ നിർഭയരാവുകയാണോ? ഔ യഖുദഹും ഫീ തഖല്ലുബിഹിം, അല്ലെങ്കിൽ അവരുടെ യാത്രകളിൽ അവരെ അല്ലാഹു പിടികൂടുന്നതിനെ തൊട്ട്, ഫമാഹും ബിമുഅ്ജിസീൻ, അങ്ങനെ അല്ലാഹു പിടികൂടിയാൽ അല്ലാഹുവിനെ പരാജയപ്പെടുത്തുന്നവരല്ല അവർ. ഔ യഖുദഹും അലാ തഖവ്വുഫിൻ, അല്ലെങ്കിൽ അവർ ഭയത്തിലിരിക്കെ അവരെ അല്ലാഹു തആല ശിക്ഷ കൊണ്ട് പിടികൂടുന്നതിനെ തൊട്ട് അവർ നിർഭയരാണോ? ഫഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം, നിർഭയരാണോ എന്ന് വെച്ചാൽ അവർ നിർഭയരല്ല, ഭയം അവരെ പിടികൂടുന്നുണ്ട്. എന്നിട്ടും അല്ലാഹു തആല പക്ഷെ അവർക്ക് ശിക്ഷ കൊടുക്കാത്തത് ഫഇന്ന റബ്ബക്കും, നിശ്ചയം അങ്ങയുടെ നിങ്ങളുടെ നാഥൻ, ലറഊഫുർ റഹീം, അടിമകളോട് വലിയ കാരുണ്യമുള്ളവനും അനുകമ്പയുള്ളവനുമാകുന്നു. അവലം യറൗ, അവർ ചിന്തിക്കുന്നില്ലയോ അല്ലെങ്കിൽ നോക്കുന്നില്ലയോ, ഇലാ മാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ, അല്ലാഹു തആല സൃഷ്ടിച്ച വസ്തുക്കളിലേക്ക്, യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വശമായിൽ, ആ വസ്തുക്കളുടെയൊക്കെ നിഴലുകൾ വലത്തോട്ടും ഇടത്തോട്ടും ചായുന്നു, സുജ്ജദൻ ലില്ലാഹി, അല്ലാഹുവിന് കീഴ്പ്പെടുന്നവരായ നിലക്ക്, വഹും ദാഖിറൂൻ, അവരെല്ലാം നിന്ദ്യരായി അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് സുജൂദ് ചെയ്യുന്നതായിട്ട് ആ നേലുകളെ അവർ കാണുന്നില്ലേ? വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മിൻ ദാബ്ബ, ആകാശഭൂമികളിലുള്ള എല്ലാ ജീവികളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. വൽമലായികത്തു, മലക്കുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. വഹും ലാ യസ്തക്ബിറൂൻ, അവരാരും അഹങ്കരിക്കുന്നില്ല. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, തങ്ങളുടെ മേലിൽ നിയന്ത്രണമുള്ള അവരുടെ നാഥനെ അവർ ഭയപ്പെടുന്നു. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കപ്പെടുന്നതെല്ലാം അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്, കഴിഞ്ഞ സൂക്തങ്ങളിൽ ധാരാളം കാര്യങ്ങൾ അല്ലാഹു തആല മക്കത്തെ മുശ്രിക്കുകളുടെ നിലപാടുകളെ കുറിച്ച് പറഞ്ഞല്ലോ. എന്തായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇവര് പറഞ്ഞത് അല്ലാഹു തആല മനുഷ്യനെ പ്രവാചകരായി നിയോഗിക്കുക എന്നതിനേക്കാളൊക്കെ എത്രയോ ഉന്നതനാണ്, അതുകൊണ്ട് പടച്ചോനൊരാളെ അയക്കുകയാണെങ്കിൽ അത് മലക്കിനെ അയക്കുമായിരുന്നു എന്ന് പറഞ്ഞതിന് മറുപടി കഴിഞ്ഞ സൂക്തങ്ങളിൽ പറഞ്ഞു. ഇനി അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിഷേധികളായ ആളുകൾക്ക് 4 തരത്തിലുള്ള ശിക്ഷകൾ അവരെ പിടികൂടാൻ സാധ്യതയുണ്ട്. അതായത് ഈ നിഷേധാത്മകമായ നിലപാട് ഇനിയും ഇങ്ങനെ തന്നെ തുടർന്ന് മുന്നോട്ട് പോയാൽ അവരെ വിവിധ തരത്തിലുള്ള ശിക്ഷകൾ പിടികൂടിയേക്കാം.
അതിനെക്കുറിച്ച് അവർ ജാഗ്രത പാലിക്കുകയും ആ ശിക്ഷകളിൽ എത്തിപ്പെടാതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യണം എന്ന് സൂചിപ്പിക്കുകയാണ് അല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സത്യവിശ്വാസികൾക്കുമെതിരെ ഗൂഢാലോചനകളും ചതിപ്രയോഗങ്ങളും നടത്തുക, കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുക, ഇതൊക്കെയായിരുന്നുവല്ലോ മക്കത്തെ മുശ്രിക്ക് ചെയ്തിരുന്നത്. ഖുർആൻ തന്നെ പലയിടത്തും സൂറത്തുൽ അംഫാലിൽ ഉൾപ്പെടെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിനെക്കുറിച്ച് അവർ കൂടിയാലോചന നടത്തി ദാറുൻ നദവത്തിൽ വെച്ച്. നാട് കടത്തുന്നതിനെക്കുറിച്ചും കൊന്നുകളയുന്നതിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ തടവ് പുള്ളിയാക്കുന്നതിനെ സംബന്ധിച്ചും ഒക്കെ അവർ ചർച്ച ചെയ്തല്ലോ. അങ്ങനെയുള്ള കുതന്ത്രങ്ങൾ പലതും അവർ ആവിഷ്കരിച്ചു. എന്നാൽ ആ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ള ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രംഗത്ത് ഒറ്റയാളല്ല. അഥവാ തങ്ങളുടെ മുമ്പ് ധാരാളം പ്രവാചകന്മാർ തങ്ങൾ പ്രബോധനം ചെയ്യുന്ന ഇതേ ആശയത്തിന്റേതായിട്ടുള്ള ശൈലികൾ സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ലോകത്ത് വന്നിട്ടുണ്ട്. അവരെയെല്ലാം അന്നാട്ടുകാർ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരക്കാർക്ക് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പണി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആ പണികളുടേതായിട്ടുള്ള സ്വഭാവങ്ങളിലൊന്നും ഇവർക്ക് വരില്ല എന്ന ഒരു ഉറപ്പ് ഇവർക്ക് എവിടുന്നാണാവോ ലഭിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ഇത്തരത്തിലുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ മുൻകാലത്ത് ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നതുപോലുള്ള ശിക്ഷകൾ ഇവരെയും പിടികൂടുകയില്ല എന്ന ഒരു പ്രോമിസ് ഇവർക്ക് എവിടുന്ന് കിട്ടി? എവിടുന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ താക്കീദിന്റെ സ്വരത്തിൽ ഉണർത്തുകയാണ്. നിങ്ങൾ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. നിങ്ങളെ വിവിധ തരത്തിലുള്ള ശിക്ഷകൾ പിടികൂടാൻ സാധ്യതയുണ്ട്. ആ ശിക്ഷകളുടെ കോലങ്ങളാണ്, 4 വിധത്തിലുള്ള ശൈലികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്താണത്? ഒന്ന്, ഖാറൂനെ പോലെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുക എന്നത്. ഭൂമിയിലേക്ക് അങ്ങനെ ഭൂമി പിടിച്ചു വിഴുങ്ങുക, അതാണ് യഖ്സിഫുല്ലാഹു ബിഹിമുൽ അർള എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭൂമി പിടിച്ചു വിഴുകുക, അങ്ങനെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുക. നാട്ടിലോ വിദേശത്തോ യാത്രാമധ്യയോ ശിക്ഷയുടെ ലക്ഷണങ്ങൾ കണ്ട് അങ്ങേയറ്റം ബേജാറോടുകൂടെ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക. അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ യാദൃശ്ചികമായി ശിക്ഷകൾ പെട്ടെന്ന് വന്ന് ഈ ലോകത്തുനിന്ന് എന്നേക്കുമായി നശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ജനപദങ്ങൾ ചരിത്രത്തിന്റെ ശവപ്പറമ്പിലുണ്ട്. കഴിഞ്ഞകാല സമൂഹങ്ങളിൽ നേരത്തെ നമ്മൾ സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും അതേപോലെ തന്നെ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ ചരിത്രം പറഞ്ഞപ്പോ അവിടെ നമ്മൾ പറഞ്ഞില്ലേ, അവരങ്ങനെ ഒരു സമൂഹം അവിടെ ജീവിച്ചിരുന്നിട്ടേയില്ല എന്ന് തോന്നും വിധത്തിൽ ഉന്മൂലനാശം വരുത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ആ പദത്തിലുള്ള ആ വിധത്തിലുള്ള ശിക്ഷകളൊന്നും ഇവർക്ക് വരില്ല എന്ന് ധരിക്കാൻ ഇവരുടെ കയ്യിൽ എന്താണാവോ രേഖ? അവരുടെ കയ്യിൽ ഒരു രേഖയുമില്ല എന്നാണ് അല്ലാഹു തആല ഈ സൂക്തങ്ങളിലൂടെ നമ്മളോട് പറയുന്നത്. എന്നിട്ട് തുടർന്ന് അല്ലാഹു തആല ഈ പ്രകൃതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും അള്ളാഹുവിന് കീഴ്പ്പെടുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നും, എന്നാൽ കുറച്ച് ഇരുകാലികൾ മാത്രം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ലംഘിക്കാനും അള്ളാഹു എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പനക്ക് വിരുദ്ധമായ ശൈലി സ്വീകരിക്കാനും ആ ഒരു അഹങ്കാരത്തോടുകൂടെ അതിനുള്ള ധൈര്യം കാണിക്കുന്നു. വാസ്തവത്തിൽ അതിന് ധൈര്യം എന്നല്ല പറയേണ്ടത്, ഒരു തരം വിവരക്കേട് കാണിക്കുന്നു എന്നതിന് അല്ലാഹു തആല ഇവിടെ കൃത്യമായി ചോദ്യം ചെയ്യുകയാണ് ഈ സൂക്തങ്ങളിൽ. അപ്പൊ 2 കാര്യമാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഈ 45 മുതൽ 50 കൂടിയ സൂക്തങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അല്ലാഹുവാകുന്ന യജമാനൻ എന്തു തീരുമാനിച്ചാലും അത് നടപ്പാക്കാൻ അവൻ ശക്തനാണ്, അവൻ പ്രതാപമുള്ളവനാണ്, കഴിവുള്ളവനാണ്. അവന്റെ ഒരു തീരുമാനത്തെയും എതിർക്കാനോ വെല്ലുവിളിക്കാനോ ഉള്ള ഒരു കഴിവും ശക്തിയും നിങ്ങൾക്കാർക്കും ഇല്ല എന്നു മാത്രമല്ല, അങ്ങനെ വെല്ലുവിളിക്കാൻ നിങ്ങളെക്കാളും കേമന്മാരും ശക്തന്മാരുമായ കുറെ ആളുകൾ മുമ്പ് വന്നിട്ടുണ്ട്. ആ വന്ന ആളുകളെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിഷയങ്ങളെ കൃത്യമായി, ലോകത്ത് എന്തൊക്കെ നടന്നു എന്നതിന്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ചിന്തിച്ച് അവനവന്റെ സേഫ്റ്റിക്കും സുരക്ഷിതത്വത്തിനും ആവശ്യമായിട്ടുള്ള ശരിയായ രീതി സ്വീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് വേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഉണർത്തുകയാണ് ഇവിടെ. അതാണ് ഇവിടെ പറഞ്ഞത്, അഫ അമിനല്ലദീന മക്കറു അസ്സയ്യിആതി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ചീത്തയായിട്ടുള്ള കുതന്ത്രങ്ങൾ നടത്തുന്ന ആളുകൾ നിർഭയരാവുകയാണോ? എന്താണ് ആ ചീത്ത കുതന്ത്രങ്ങൾ എന്ന് പറയുന്നത്? ഒന്നുകിൽ നബി തങ്ങളെ വീട്ടു തടങ്കലിലാക്കാം, അല്ലെങ്കിൽ റസൂലുള്ളാഹിയെ കൊന്നുകളയാം, അല്ലെങ്കിൽ നബി തങ്ങളെ വേറെ ഏതെങ്കിലും മദീനയിലേക്കല്ലാത്തൊരു സ്ഥലത്തേക്ക് ശിക്ഷയുടെ രൂപത്തിൽ നാടുകടത്താം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ചിന്തകളും അവര് നടത്തി. അംഫാൽ സൂറത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതുപോലെ. അപ്പൊ അങ്ങനെയുള്ള തങ്ങളെ കൊണ്ട് കുതന്ത്രങ്ങൾ മെനഞ്ഞിട്ടുള്ള ആളുകൾ നിർഭയരാവുകയാണോ? അയ്യഖ്സിഫല്ലാഹു ബിഹിമുൽ അർള, അവരെ കൊണ്ട് അല്ലാഹു തആല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയലിനെ തൊട്ട്. ഖാറൂൻ എന്ന് പറയുന്ന ഒരു മുതലാളി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ അവന്റെ ചരിത്രം. അല്ലാഹു തആല ധാരാളം സമ്പത്തു നൽകി, തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന് പറഞ്ഞതുപോലുള്ള അവസരം അവന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകി. അങ്ങനെ സമ്പത്ത് കുമിഞ്ഞുകൂടിയപ്പോൾ ആ സമ്പത്തിന്റെ വർധനവിനനുസരിച്ച് അഹങ്കാരവും അവനിൽ വർദ്ധിച്ചു വന്നു. ഇതെല്ലാം നൽകിയ അനുഗ്രഹദാതാവായ അല്ലാഹുവിനവൻ വിസ്മരിച്ചു. അവന്റെ കൽപ്പനകൾ സമൂഹത്തിൽ നടപ്പാക്കാൻ വേണ്ടിയും അവർക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടിയും വന്ന മൂസാ നബി അലൈഹിസ്സലാമിനെ അവൻ പരിഹസിച്ചു. അങ്ങനെ അഹങ്കാരത്തോടുകൂടെ അവൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ എഴുന്നള്ളുമ്പോൾ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവനെയും അവന്റെ വീടിനെയും, അന്നത്തെ ഏറ്റവും വില കൂടിയ ഏറ്റവും റിച്ചായിട്ടുള്ള ഭവനം, ആ ഭവനത്തെയും നാം ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു. ഭൂമിയിലേക്ക് ഖാറൂൻ മുതലാളിയും അവന്റെ വീടും ആഴ്ന്നു പോകുന്നത് ജനങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലാതെ അല്ലാഹുവിന്റെ ആ ക്യാപിറ്റൽ പണിഷ്മെന്റിന് മുന്നിൽ ഒന്നും പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ അവർക്ക് സാധിച്ചില്ല. ഫറോവയുടെ ആജ്ഞാനുവർത്തികളായ ജോലിക്കാർക്കോ പട്ടാളക്കാർക്കോ സംരക്ഷകർക്കോ ഒന്നും തന്നെ ഒരു ചെറുവിരൽ അനക്കാൻ സാധിച്ചില്ല. ഇതുപോലുള്ളൊരു ശിക്ഷ, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുക എന്നൊരു ശിക്ഷ ഇവർക്ക് വരില്ല എന്ന ഉറപ്പ് ഇവർക്ക് എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ അർത്ഥം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. അഫാമിനല്ലദീന മക്കറു അസ്സയ്യാത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കുതന്ത്രങ്ങൾ മെനഞ്ഞ ആളുകൾ അവർ നിർഭയരാവുകയാണോ? അയ്യഖ്സിഫല്ലാഹു ബിഹിമുൽ അർള, അല്ലാഹു അവരെ ഭൂമിയിൽ ആഴ്ത്തിക്കളയലിനെ തൊട്ട് നിർഭയരാവുകയാണോ എന്ന് ചോദിച്ചാൽ നിർഭയരാണ്, ഞങ്ങൾക്ക് അങ്ങനൊന്നും വരില്ല എന്ന ഒരു അഹന്തയാണ് ഇവരുടെ മനസ്സിൽ ഈ നിഷേധത്തിന് ധൈര്യം പകരുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ശൈലി വേണ്ട. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ശിക്ഷ നൽകുമെന്നതിനെ കുറിച്ച് അവർ ജാഗ്രത പാലിക്കണം എന്ന് ഉണർത്തുകയാണ്. അപ്പൊ ഒന്നാമത്തത് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുക എന്നത്. ഔ യഅ്തിയഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അല്ലെങ്കിൽ അവർ വിചാരിക്കാത്ത അറിയാത്ത ഭാഗത്തുകൂടെ അവർക്ക് മറ്റു ശിക്ഷകൾ വരിക. ശിക്ഷ എന്ന് പറയുന്നത് പടച്ച തമ്പുരാന് ഒരുപാട് രൂപത്തിലുള്ള ശിക്ഷകൾ ഉണ്ടാകാം. അപ്പൊ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ശിക്ഷകൾ അവർക്ക് വരുന്നതിന് തൊട്ട് അവർ നിർഭയരാവുകയാണോ? ശിക്ഷ പല രൂപത്തിലും അല്ലാഹു തആല നടത്തിയിട്ടുണ്ടല്ലോ, ജനങ്ങൾക്കിടയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ വരൾച്ച കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചിട്ടുണ്ട്. ജലപ്രളയം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ ശിക്ഷകളുടെ ഒരു രൂപങ്ങളാണ്. പേൻ ശല്യം കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചിട്ടുണ്ട്. ചെള്ള് ശല്യം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെട്ടുകിളിയുടെ ശല്യം കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ പല പരീക്ഷണങ്ങളും ശിക്ഷകളും അല്ലാഹു തആല മുൻകാല സമുദായങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇവര് അറിയാത്ത ഭാഗത്തുകൂടെ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ശിക്ഷകൾ വരുന്നതിന് തൊട്ട് നിർഭയരാവുകയാണോ? ഔ യഖുദഹും ഫീ തഖല്ലുബിഹിം, അല്ലെങ്കിൽ അവരുടെ യാത്രകളിൽ ജീവിതോപാധികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർ മുഴുകി കഴിയുമ്പോൾ എന്നർത്ഥം. തഖല്ലുബ് എന്ന് പറഞ്ഞാൽ ചലനങ്ങളാണ്. ഓരോ ശൈലിയിൽ നിന്നും മറ്റൊരു ശൈലിയിലേക്കുള്ള അവരുടെ ജീവിത വ്യവഹാരത്തിന്റെ വിവിധ മാർഗങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ അവരെ നാം പിടികൂടുക, അല്ലാഹു പിടികൂടുക, അവർക്ക് ശിക്ഷ കൊടുക്കുക. അതിനെ തൊട്ട് അവർ നിർഭയരാവുകയാണോ? അങ്ങനെ അവർക്ക് ആ സമയത്ത് ശിക്ഷ കൊടുക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചാൽ ഫമാഹും ബിമുഅ്ജിസീൻ, അവരാ സമയത്ത് അല്ലാഹുവിനെ പരാജയപ്പെടുത്തുന്നവരല്ല. എന്ന് പറഞ്ഞാൽ ശിക്ഷ കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോ തീരുമാനിച്ചാലും ആ തീരുമാനിക്കുന്ന സമയത്ത് അത് കൊടുക്കാൻ ആർക്ക് സാധിക്കും? അല്ലാഹുവിന് സാധിക്കും. പടച്ച തമ്പുരാനെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരാജയപ്പെടുത്താനോ ഉള്ള യാതൊരു സംവിധാനവും ഒരു വിധത്തിലുള്ള ഒരു കഴിവും അവരുടെ മുന്നിലില്ല. ഇത് ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾ നോക്കൂ, സൂറത്തുൽ അഅറാഫിന്റെ 97-98 സൂക്തങ്ങളിൽ അല്ലാഹു പറഞ്ഞില്ലേ, അഫഅമിന അഹ്ലുൽ ഖുറ അയ്യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, അഫഅമിന അഹ്ലുൽ ഖുറ അയ്യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. പകൽ സമയത്ത്
അവരിങ്ങനെ വിനോദത്തിലും അതേപോലെ കളികളിലും രസങ്ങളിലുമായിട്ട് മുഴുകി നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് വരില്ല എന്നുറപ്പ് അവർക്കുണ്ടോ? അല്ലെങ്കിൽ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് വരില്ല എന്നുറപ്പ് അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതേ ശൈലി തന്നെയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവരവരുടെ ജീവിതോപാധികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശിക്ഷ വരില്ല അവർ നിർഭയരാകുന്നുണ്ടോ? ഫമാഹും ബിമുഅ്ജിസീൻ. അങ്ങനെ ശിക്ഷ വന്നാൽ അവർ അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നവരല്ല. ഇബ്നു കസീർ പറഞ്ഞു ലാ യുഅ്ജിസൂനല്ലാഹ അലാ അയ്യി ഹാലിൻ കാനൂ അലൈഹി. അവരേത് അവസ്ഥയിലായാലും, അതായത് വിനോദങ്ങളിലും രസത്തിലും കളിതമാശകളിലും മുഴുകി നിൽക്കുന്ന ഘട്ടമായാലും, അല്ലെങ്കിൽ ജീവിതോപാധികൾ കണ്ടെത്തുന്നതിന് വേണ്ടി ജോലി ചെയ്യുന്ന സമയത്തായാലും, അല്ലെങ്കിൽ ഉറക്കത്തിന്റെ രസത്തിൽ മുഴുകിക്കിടക്കുന്ന സമയത്തായാലും, യാത്രയുടേതായിട്ടുള്ള വിശാലമായ ലോകത്തൂടെ സഞ്ചരിക്കുന്ന സമയത്തായാലും, ഏതു ഘട്ടത്തിലായാലും അല്ലാഹു തആല ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സംവിധാനവും അവരുടെ കയ്യിലില്ല. ഔ യഖുദഹും അലാ തഖവ്വുഫിൻ. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഭയത്തോടുകൂടെ പിടികൂടുക എന്ന് പറഞ്ഞാൽ അവർ പേടിച്ചു നിൽക്കുന്നൊരു സമയം. ഞങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ എതിർത്തും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ലംഘിച്ചും മുന്നോട്ട് പോയതിന് മുൻകാല സമുദായങ്ങൾക്കുണ്ടായതുപോലത്തെ വല്ല ശിക്ഷയും തിരിച്ചടിയും നമുക്കും കിട്ടിയേക്കുമോ എന്നവർ പേടിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, അങ്ങനെ ചില സന്ദർഭങ്ങളും, അതായത് വിഷയങ്ങളുടെ ഗൌരവത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള ചില അവസ്ഥകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവൂലേ, അങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മളവർ പിടികൂടുകയില്ല എന്നവർ നിർഭയത്വം അവർക്കുണ്ടോ? ഉണ്ടോന്ന് വെച്ചാൽ അപ്പോഴും നിർഭയത്വം വേണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനത്തെ ഘട്ടത്തിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടുക. പേടിച്ചു നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ശിക്ഷ വരുമോ എന്നിങ്ങനെ പേടിച്ചു നിൽക്കുമ്പോൾ ഒരു ശിക്ഷ വന്നാൽ അതിന്റെ ആഘാതം വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ വിധത്തിലുള്ള നാലാലൊരു ഘട്ടത്തിൽ, യാത്രയിലായിരിക്കുമ്പോഴാവാം, നിലച്ചിരിക്കാതെയുള്ള സന്ദർഭത്തിലാകാം, അല്ലെങ്കിൽ അവർ ഭയത്തോടുകൂടെ ഇരിക്കുന്ന സമയത്താവാം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാവാം, ഏതു സമയത്തും അവർക്ക് ശിക്ഷ വരില്ല എന്ന ധൈര്യം ഈ സമയത്തൊക്കെ അവർക്കുണ്ടോ? ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കടുത്ത ബുദ്ധിശൂന്യതയാണ് എന്നുണർത്തിയിട്ട് അപ്പൊ സ്വാഭാവികമായും ഒരു സംശയം വരാം. എന്ത്? അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ ശിക്ഷക്ക് സംവിധാനവും ഓപ്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തേ ശിക്ഷ വരാത്തത്? അവരെന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിധത്തിൽ ശിക്ഷിക്കാത്തത് എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ മറുപടിയാണ് ഫഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം. നിശ്ചയം നിങ്ങളുടെ നാഥൻ വല്ലാതെ അനുകമ്പയുള്ളവനും വലിയ കാരുണ്യവാനുമാണ് അടിമകളോട്. അതുകൊണ്ട് അല്ലാഹു തആല അവരിൽ നിന്ന് അരുതായ്മകളും അതേപോലെ നിഷേധങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും സഡൻ ആക്ഷൻ അവർക്കെതിരെ എടുക്കാതെ, പെട്ടെന്ന് തന്നെ ശിക്ഷ കൊടുക്കാതെ അല്ലാഹു തആല വീണ്ടും വീണ്ടും സാവകാശം നൽകുകയാണ്, വീണ്ടും വിചാരത്തിനുള്ള അവസരങ്ങൾ നൽകുകയാണ്. ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ രേഖപ്പെടുത്തി കമാ സബത ഫി സ്വഹീഹൈനി, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, ലാ അഹദുൻ അസ്ബറ അലാ അദാ സമിഅഹു മിനല്ലാഹ്. കേൾക്കുന്ന ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടിക്കലിന്റെ മേലിൽ പടച്ചോനെ പോലെ ക്ഷമിക്കുന്ന മറ്റൊരാളുമില്ല. കാരണം എന്താ? ഇന്നഹും യജ്അലൂന ലഹു വലദൻ, അല്ലാഹുവിന് മക്കളുണ്ട് എന്നവർ പറയുന്നു. വഹുവ യർസുഖുഹും വയുആഫീഹിം, എന്നിട്ടും അല്ലാഹു അവർക്ക് അന്നം നൽകുകയും അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യുന്നു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അപ്പൊ അങ്ങേയറ്റം പ്രകോപനപരമായ ശൈലി സ്വീകരിച്ചിട്ടും അവർക്കെതിരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വിചാരത്തിനുള്ള അവസരം കൊടുത്ത് നന്നാവാനുള്ള ചാൻസിലേക്ക് അവരെ വീണ്ടും ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ആലോചിക്കണമെന്ന് ഉണർത്തിയിട്ട് ഇനി പ്രകൃതിയുടേതായിട്ടുള്ള ചില സംഭവങ്ങൾ അല്ലാഹു ഉണർത്താണ്. അവലം യറവും, അവർ നോക്കുന്നില്ലയോ ഇലാമാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ, അല്ലാഹു തആല സൃഷ്ടിച്ച വസ്തുക്കളിലേക്ക് യതഫയ്യഉ ലിലാലുഹു അനിൽ യമീനി വശമാഇൽ, ആ വസ്തുക്കളുടെ നിഴലുകൾ വലത്തോട്ടും ഇടത്തോട്ടും ചായുന്നു. സുജ്ജദല്ലില്ലാഹ്, അല്ലാഹുവിന് സാഷ്ടാംഗം നമിച്ചുകൊണ്ട് വഹും ദാഖിറൂൻ, അവർ നിന്ദ്യരായ നിലക്ക്. അതായത് ഈ ലോകത്ത് മനുഷ്യൻ അഹങ്കാരിയാകുമ്പോഴും ആ മനുഷ്യന്റെ നിഴല് പോലും അല്ലാഹു എങ്ങോട്ടാണോ തിരിയാൻ പറയുന്നത് അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന് സുജൂദ് ചെയ്യുന്നത് പോലെ വിനയം കാണിച്ച് ഭൂമിയിൽ അങ്ങനെ കിടക്കുകയാണ്. ഒരു നിഴലിന്റെ സ്വഭാവം, മനുഷ്യന് നിഴല് പിന്തുടരുകയല്ലേ. അവൻ എത്ര തന്നെ ശ്രമിച്ചാലും ആ നിഴലിൽ നിന്ന് അവന് മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ടോ?
ആ നിഴല് പോലും പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ അനുസരിക്കുന്നു. അതവരെന്തുകൊണ്ട് കാണുന്നില്ല? എന്നിട്ടും ഈ അഹങ്കാരിയായ മനുഷ്യന് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് വല്ലാത്ത ഗുരുതരമായിട്ടുള്ളൊരു കൃത്യവിലോപം തന്നെ എന്നാണ് അള്ളാഹു തആല ഉണർത്തുന്നത്. എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി പറഞ്ഞു, വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. മിൻ ദാബത്തിൻ, ജീവികള്, വൽ മലായികത്തു, മലക്കുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. വഹും ലാ യസ്തക്ബിറൂൻ, അവരാരും തന്നെ അഹങ്കരിക്കുന്നില്ല. പക്ഷെ അള്ളാഹുവിന് മാത്രം അനുസരിക്കാനും അവന് മാത്രം വഴങ്ങാനും ഈ അള്ളാഹുവിന് മാത്രം ആരാധിക്കാനും ഈ നിഷേധികളായ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നത് ഗുരുതരമാണ്. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, അവരുടെ മേൽ നിയന്ത്രണമുള്ള അവരുടെ നാഥനെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. യഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കപ്പെടുന്നതെല്ലാം അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ മലക്കുകൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരായിട്ടുള്ളൊരു ശൈലിയില്ല. അതേപോലെ ഈ പ്രകൃതിയിലെ മറ്റു വസ്തുക്കളൊന്നും തന്നെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായ ശൈലി സ്വീകരിക്കുന്നില്ല. അള്ളാഹു എന്ത് കൽപ്പിച്ചാലും അതെല്ലാം നടപ്പാക്കാൻ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങളതിന് ബാധ്യസ്ഥരാണ് എന്ന ചിന്തയും കണക്കുകൂട്ടലും അവകൾക്കെല്ലാം ഉണ്ട്. ഈവൻ നിഴലുകൾക്ക് പോലും അത്തരത്തിലുള്ളൊരു ശൈലി അള്ളാഹു തആല നൽകുന്നുണ്ട്. പക്ഷെ മനുഷ്യന്മാരായ ചിന്താശേഷിയുണ്ടെന്ന് പറയുന്നവർക്ക് അത്തരത്തിലുള്ള ശരിയായ ഒരു റൂട്ടിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള അങ്ങേയറ്റം വഷളായ ഒരു ശൈലിയാണ് എന്ന് അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ തിലാവത്തിന്റെ സുജൂദ്, ഓത്തിന്റെ സുജൂദ് സുന്നത്തുള്ള സൂക്തവും കൂടിയാണിത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? അള്ളാഹു ആകുന്ന യജമാനന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് പുറകോട്ട് മാറി സഞ്ചരിക്കുന്ന മനുഷ്യനെ ഏതു സമയത്തും ശിക്ഷ പിടികൂടാം എന്ന ജാഗ്രത അവന് വേണം. നന്നായി ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.